ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇനി നമ്മുടെ എഞ്ചിൻ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനായ നമ്മുടെ സാധാരണ പെട്രോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീസൽ യൂസ് ചെയ്ത് ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ ഏറെക്കുറെ സ്റ്റോപ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉടനെ ഉള്ള കാലഘട്ടമല്ല പറഞ്ഞു, ഇനി മുമ്പോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ യുഗം ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ എങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാവുന്ന പോലെ ഫ്യൂവലിന്റെ അളവ് ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്യൂവൽ ഇനി കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബാറ്ററീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇനി അങ്ങോട്ട് വാഹനം കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങണം. അപ്പൊ ഇപ്പം എന്തുകൊണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി ആയി വരുന്നതേ ഉള്ളൂ പല സ്ഥലങ്ങളിലും. അതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നമ്മുടെ റോഡുകളിൽ കൂടുതലും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സെനേറിയോ വെച്ച് നമുക്കത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓക്കെയാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇതെല്ലാം മാറ്റി വെക്കാം. ഞാൻ ഇന്ന് ശരിക്കും പറയാൻ വേണ്ടി വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഒരു എഞ്ചിൻ ഉണ്ട്, എന്നാൽ ഒരു ബോഡി ഉണ്ട്. അതായത് നമ്മുടെ ചേസിസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡി ഉണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ചേസ് നമ്പർ വരുന്നുണ്ട്, എഞ്ചിൻ നമ്പർ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ RC ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിക്കാം. ഒരു ഇലക്ട്രിക്കൽ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് എഞ്ചിൻ വരുന്നില്ല, ഇലക്ട്രിക്കൽ മോട്ടോർ ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് എഞ്ചിൻ നമ്പർ വരുമോ? ചിന്തിക്കാം. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഡൗട്ട്, എൻ്റെ മനസ്സിൽ വരുന്ന ഡൗട്ട്സ് ആണ് നമ്മുടെ ഈ ചാനലിനകത്ത് ഞാൻ കൂടുതൽ ഇട്ടിട്ട് പോകുന്നത്. പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന സംശയം എനിക്കത് നല്ലൊരു സംശയമായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു സംശയം വന്നപ്പോൾ ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു സ്റ്റഡി നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനും എഞ്ചിൻ നമ്പർ വരുന്നുണ്ട്. എഞ്ചിൻ എന്ന് പറയുന്ന ഒരു അസംബ്ലി ഈ പറയുന്ന ഇലക്ട്രിക്കൽ മോട്ടോർ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോട്ടോറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിലവിലുള്ള വാഹനങ്ങൾക്കൊക്കെ അപ്പൊ ഇതുവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാരുതിയുടെ വാഹനം അല്ലെങ്കിൽ ഒരു AMT അല്ലെങ്കിൽ ഒരു AGS വാഹനം, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന്റെ ഗിയർ ബോക്സിന്റെ മേളിൽ വരുന്ന ആ ഒരു യൂണിറ്റ് ആണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. 2014 ഈ വാഹനത്തിന്റെ യൂണിറ്റ് ഇറങ്ങിയ സമയത്ത് അതിനൊന്നും ചൈൽഡ് പാർട്ട് അവൈലബിൾ അല്ലായിരുന്നു. അതായത് ചൈൽഡ് പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ ആ കംപ്ലൈന്റ് വന്ന പാർട്ട് മാത്രം മാറ്റി വെച്ചും വേറെ പുതിയ പാർട്ട് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഒരു യൂണിറ്റിൽ തന്നെ, അതായത് ഈ പറയുന്ന ഒരു 10-80,000 രൂപ വരുന്ന ഈ ഒരു യൂണിറ്റിനകത്തുള്ള ഓരോ ചെറിയ ചെറിയ പാർട്സ് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഗുണം എന്താന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണോ ഡാമേജ് വന്ന് ആ പാർട്ട് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന എഞ്ചിൻസ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിൻസ് വരുന്നത് ആ ഒരു എഞ്ചിനകത്ത് തന്നെയാണ് മോട്ടോർ അസംബ്ലി വരുന്നത്, അതിൽ നിന്നുള്ള ഫൈനൽ ഡ്രൈവ് ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം AC DC കൺവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു യൂണിറ്റിനകത്താണ്. ഇങ്ങനെ ഈ മോട്ടറിന് കംപ്ലൈന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ മോട്ടർ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ എഞ്ചിൻ ഉൾപ്പെടെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു എഞ്ചിൻ ഉൾപ്പെടെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് വാറണ്ടി ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ RC ബുക്കിൽ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് എഞ്ചിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതിന്റെ കൂടുതൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു എഞ്ചിന് കംപ്ലൈന്റ് വന്നാൽ എഞ്ചിൻ അഴിച്ച് നമ്മൾ റിപ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി, ആ എഞ്ചിൻ അഴിച്ച് റിപ്പയർ ചെയ്ത് ആ സെയിം എഞ്ചിൻ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനുള്ള ചാൻസസ് ഒരു 90% കുറവാണ്. റീപ്ലേസ്മെന്റ് ആണ് പറയുന്നത്. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എഞ്ചിൻ നമ്പർ മാറുന്നതായിരിക്കും.